ഇനി പറയാനുള്ളത് ചില ഫുട്ബോൾ ഫാൻസിനോടാണ്. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ചില ഫുട്ബോൾ ഫാൻസ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് ഈ വീഡിയോയിൽ വന്നിട്ട് ഇവർ പ്രത്യേകിച്ച് സീസണൽ ഫാൻസാണ്. ഇവർക്ക് കുറച്ച് ഫുട്ബോളിനെ കുറിച്ചിട്ടുള്ള യാതൊരു നോളജും ഇല്ല. വെറുതെ റീച്ചിന് വേണ്ടിയിട്ടും എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വെറുതെ സംസാരിക്കുക എന്നല്ലാതെ ഇവർ പറയുന്ന കാര്യത്തിൽ യാതൊരു ഫാക്റ്റും ഇല്ല. ഇവർ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പറയുന്നത് ചില ടീമുകൾക്ക് ഈസി വേ ആണ് നോക്കൗട്ടിലോട്ട് വരുന്നത്. അപ്പോൾ ഇത് ഈസി വേ അല്ല ഗൈസ്. ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ ഗ്രൂപ്പ് ചാമ്പ്യന്മാരാവണം ആദ്യം. ഗ്രൂപ്പ് ചാമ്പ്യന്മാരാവാതെ തന്നെ എല്ലാവരും വിചാരിക്കും ഭയങ്കര ഈസി ടാസ്ക് ആണ്. അത് ഈസി ടാസ്ക് അല്ല. 3 കളി കൺസിസ്റ്റൻ്റ് ആയി കളിച്ചുകൊണ്ട് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി കഴിഞ്ഞാൽ മാത്രമേ ഈസി വേ കിട്ടുള്ളൂ. അപ്പോൾ ഫുട്ബോൾ, അതായത് എസ്പെഷ്യലി വേൾഡ് കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഗ്രൂപ്പ് സ്റ്റേജ് കടക്കുക എന്നുള്ളതല്ല. ഗ്രൂപ്പ് സ്റ്റേജ് നല്ല പോയിന്റോട് കൂടി കടന്ന് ഏറ്റവും ബെറ്റർ വേ ഫൈനലിലോട്ട് അല്ലെങ്കിൽ നെക്സ്റ്റ് ഫൈനലിലോട്ട് എത്താനുള്ള ഏറ്റവും ബെസ്റ്റ് വേ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് സ്മാർട്ടായ ടീം ചെയ്യുക. അല്ലാതെ എങ്ങനെയെങ്കിലും നെക്സ്റ്റ് റൗണ്ടിൽ കടക്കുക എന്നുള്ളതാണ്. അങ്ങനെ കടക്കുമ്പോഴാണ് നമുക്ക് നമ്മളുടെ ഫൈനലിലോട്ടുള്ള പാത്ത് ഭയങ്കര ഡിഫിക്കൽട്ട് ആവുക. അപ്പോൾ ഇങ്ങനെ പറഞ്ഞ് കരഞ്ഞ് മെഴുകുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ, എസ്പെഷ്യലി അർജന്റീനക്കെതിരെയാണ് കൂടുതൽ അതേപോലെയുള്ള ആരോപണങ്ങൾ ഈ വേൾഡ് കപ്പിൽ വന്നിട്ടുള്ളത്. ഓക്കെ, അതുപോലെ വേറെ ടീമുകളുണ്ട്. ഇത് വളരെ ഈസി ആയിട്ടുള്ള പാത്തുള്ള ഒരുപാട് ടീമുകളുണ്ട്. ഹോസ്റ്റ് നാഷനായ മെക്സിക്കോ, ഇതുപോലെ കുറച്ച് ടീമുകൾക്ക് ഇംഗ്ലണ്ടിനൊക്കെ കുറച്ച് ഈസി പാത്താണ്. ക്വാർട്ടർ ഫൈനൽ വരെ ഈസി പാത്താണ്. ഓക്കെ, അപ്പോൾ മേ ബി ബ്രസീൽ അല്ലെങ്കിൽ പോർച്ചുഗൽ പോലെ ടീമിന് കുറച്ചും കൂടി ടഫായിട്ട് കാര്യം വരാനുള്ള വേറൊരു ഡിഫിക്കൽട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വേറെ റീസൺ എന്താണ് ഇവർക്ക് ടഫായിട്ടുള്ള ഒരു ഫിക്ചർ വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ലോട്ടിൻ്റെ ഒരു ലക്കും കൂടി ഇതിലുണ്ട്. അതായത് ലോട്ട് എടുക്കുന്ന സമയത്ത് തൊട്ടടുത്തുള്ള ഗ്രൂപ്പുകളിലെ ടീമുകൾ കുറച്ച് ടൈറ്റുള്ള ടീമുകളായാൽ അത് അവരുടെ ലക്കിനെ ബേസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ, അപ്പോൾ എൻ്റയർലി ഇതാണ് സംഭവിക്കുന്നത്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇമോഷണലി കരയുന്ന ഫ്രണ്ട്സിനൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഇത് അയച്ചു കൊടുക്കുക.